തേങ്ങയ്ക്കും തക്കാളിക്കും ഒരു പ്രത്യേകത ഉണ്ട്. എന്താന്ന് പറയാം? ഞാൻ പറയാം. ഈ തേങ്ങ നമ്മൾ ചമ്മന്തി അരയ്ക്കണമെങ്കിൽ കുറേ മെനക്കിടണം. എന്ന് വെച്ചാൽ ഈ തേങ്ങ സ്വന്തമായിട്ടൊന്ന് അരഞ്ഞു വരാൻ ഇച്ചിരി പാടാം. ആ സ്ഥാനത്ത് ഈ തക്കാളി നിൽക്കുമ്പോഴേ അത് സെറ്റാവും, പെട്ടെന്ന് അരഞ്ഞു കിട്ടും. എന്നിട്ട് നമ്മൾ ഈ തേങ്ങ അരച്ചൊരു ചമ്മന്തി ഉണ്ടാക്കിയാലോ, അതൊരു 10 മിനിറ്റ് കൂടുതലിരിക്കത്തില്ല. അതതിൻ്റെ പാട്ടിനങ്ങ് പോകും. ആ സ്ഥാനത്ത് ഷടീന്നരിഞ്ഞ അരഞ്ഞു വന്ന നമ്മുടെ തക്കാളിയോ അവൻ ഡീസൻ്റ് ആയിരിക്കും, കുറേ സമയം കൂടി ഇരിക്കും. അതേപോലെ ചില ബന്ധങ്ങളുണ്ട്. ഇതേപോലെയാണ്. സ്വയമേ അരഞ്ഞു വരാൻ പാടാകുമ്പോൾ കുറച്ച് കഷ്ടപ്പെട്ട് അരച്ചെടുത്തെന്ന് വിചാരിച്ചോ, കുറച്ച് കഴിയുമ്പോൾ അധികം നമുക്കൊരു ബുദ്ധിമുട്ട് വന്നാൽ അവരൊറ്റ പോക്കങ്ങ് പോകും. ആ സ്ഥാനത്ത് പെട്ടെന്ന് നമ്മുടെ കൂടെ കൂടുന്ന അരഞ്ഞു ചേരുന്ന നമ്മുടെ ചില സൗഹൃദങ്ങളുണ്ട്. അവരെങ്ങനെയാണെന്നറിയാമോ? എന്തോ ബുദ്ധിമുട്ട് വന്നാലും ഏറുനേരം നമ്മുടെ കൂടെ കാണും. അപ്പോൾ നിങ്ങൾ ചിന്തിച്ചോ, നിങ്ങൾക്ക് വേണ്ടത് തേങ്ങ പോലത്തെ ആളെ വേണോ, തക്കാളി പോലത്തെ ആളെ വേണോ? സ്വന്തമായിട്ട് ചിന്തിച്ച് തീരുമാനം എടുക്കണം. അല്ലേ എനിക്ക് പറ്റിയ ലൈഫ് അത്രേ ഉള്ളൂ, ചുരുക്കം പറഞ്ഞ. ഓക്കെ, ബൈ.